എല്ലാവർക്കും നമസ്കാരം. ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്ന കൃതിയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമുക്ക് പോകാം. വീണ്ടും ഒരു ഹിപ്നോസെഷൻ. കാതറിൻ നിദ്രയിലാണ്. ഏഷ്യയിൽ എവിടെയോ ഒരു സ്ഥലം, അവിടെ ഒരു ക്ഷേത്രം. പടവുകൾ കയറി ചെന്നു. അന്നേരം പാദത്തിൽ വല്ലാതെ വേദനയുണ്ടായിരുന്നു. അവിടെയുള്ളവർ പാദത്തിൽ ഒരു ഇലയുടെ നീര് തേച്ചു തന്നു. വിഷം തീണ്ടിയതുപോലെ തോന്നുന്നു. കയ്പുള്ള ഒരു കഷായം കുടിക്കാനും കൊടുത്തു. അസുഖം ഭേദമായി. പക്ഷേ എല്ലുകൾ പഴയ പോലെ അല്ലായിരുന്നു. ആ ജന്മത്തിൽ അവളുടേത് ദാരിദ്ര്യത്തിൽ മുഴുകിയ ജീവിതമായിരുന്നു. കഷ്ടപ്പെട്ടു തന്നെ കാലം കഴിച്ചു. ഒടുവിൽ മരണപ്പെട്ടു. ഈ സമയത്ത് ഡോക്ടർ പ്രിയാൻ ആകാംക്ഷയോടെ കാത്തു. വിശ്രമ സമയത്താണ് ഗുരുക്കന്മാർ വരുന്നത്. കാതറിൻ പറഞ്ഞിട്ടുണ്ട്, ജന്മം, മരണം, ഇടക്കാല വിശ്രമം, പിന്നെ പുനർജന്മം. ഇങ്ങനെയായിരുന്നു. ഇടക്കാല വിശ്രമത്തിലാണ് ഇടക്കാല ഗുരുക്കന്മാരെ കാണാനാവുന്നത്. കാതറിൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അവൾ പക്ഷേ ആകെ പറഞ്ഞത് റോബർട്ട് ചെറോഡിന് എൻ്റെ സഹായം വേണ്ടിവരും എന്നാണ്. പിന്നീട് അവൾ ഒന്നും പറഞ്ഞില്ല. റോബർട്ട് ചെറോഡ് ആരായിരുന്നുവെന്നോ എന്ത് തരം സഹായമാണോ വേണ്ടിവരുമെന്നതിനെക്കുറിച്ചോ ഡോക്ടർക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. ആ നിദ്രയ്ക്ക് ശേഷം കാതറിൻ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ബോധാവസ്ഥയിൽ പലതും ഓർത്തിരുന്നു. എന്നാൽ വിശ്രമസമയത്തെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഒരു കാര്യവും ഓർത്തിരുന്നില്ല. മഹാഗുരുക്കന്മാരെക്കുറിച്ച് ഒന്നും പറഞ്ഞതുമില്ല. ഇതിനോടകം കാതറിന് വളരെ പുരോഗതിയുണ്ടായി. കാതറിന് മഹാഗുരുക്കന്മാർ വഴി അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ചിട്ടുണ്ടെന്നും തദ്വര വിശേഷപ്പെട്ടതും നൂതനവുമായ പല അറിവുകളും പകർന്നു കൊടുക്കാൻ ആകുമെന്നും മറ്റും. എങ്ങനെ താൻ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കും എന്നതായിരുന്നു ഡോക്ടറുടെ സംശയം. അടുത്ത സെഷനിൽ ഡോക്ടറുടെ ഭാര്യ കരോളിനും ഹാജരാകാനുള്ള അവസരം കാതറിൻ നൽകി. മനോരോഗവുമായി ബന്ധപ്പെട്ട് നല്ല പരിശീലനം ലഭിച്ചൊരു സാമൂഹിക പ്രവർത്തക കൂടിയായിരുന്നു കാരോളിൻ. അവിശ്വസനീയമായ ഈ കാര്യങ്ങളിൽ ഡോക്ടർക്ക് കാരോളിൻ്റെ അഭിപ്രായം കൂടി അറിയണമായിരുന്നു. കാതറിൻ മന്ത്രിക്കുമ്പോൾ അവളുടെ വാക്കുകൾ എഴുതിയെടുക്കുന്നതിന് ഡോക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മഹാഗുരുക്കന്മാർ ഉരുവിടുമ്പോൾ അത് സാധിച്ചിരുന്നില്ല. കാരണം വളരെ വേഗത്തിലുള്ള സംഭാഷണമായിരുന്നു കേട്ടിരുന്നത്. ഈ വക കാരണങ്ങളാൽ എല്ലാം ശബ്ദരേഖ ചെയ്യാനായി തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കാതറിൻ പിന്നെ വീണ്ടും ഡോക്ടറിനെ കാണാനായി എത്തിയത്. അവളിൽ ഭയവും ഉത്കണ്ഠയും കുറഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവൾക്ക് പൂർണ്ണ സുഖം ലഭിക്കാത്തത് എന്ന് ഡോക്ടർ ചിന്തിച്ചു. ഭീതിജനകമായ ജീവിതങ്ങളിലെ അനേകം അനുഭവങ്ങൾ, അരാണ്ടയുടെ മുങ്ങിമരണം, ജോഹന്റെ കണ്ടം ഛേദിച്ചത്, ജലജന്യ രോഗത്താലുള്ള ലൂസിയയുടെ മരണം, മറ്റ് സംഭ്രമജനകമായ ജീവിതാനുഭവങ്ങൾ എല്ലാം അവൾ കടന്നുപോയില്ലേ? ദാരിദ്ര്യ ദുഃഖവും അതിൽ നിന്നുണ്ടായ മനോഭ്രംശവും ഭീതിയുടെ രൂപത്തിൽ അഗാധ മനസ്സിൽ വേരൂന്നി നിൽക്കാം. എന്നാൽ അതെല്ലാം ഓർത്തെടുത്ത് സ്വയം പറയുമ്പോൾ രോഗം സുഖപ്പെടേണ്ടതാണ്. വേറൊരു സാധ്യതയും കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയ അനുഭവങ്ങൾ രോഗം സുഖപ്പെടുത്തേണ്ടതാണ്. മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല എന്ന തിരിച്ചറിയൽ സുഖകരമായ ഒരവസ്ഥയെ പ്രദാനം ചെയ്യുകയും അതുവഴി ഭീതി കുറയേണ്ടതുമാണ്. മൊത്തത്തിൽ ഹിപ്നോട്ടിക് പ്രക്രിയയും ഭീതി അകറ്റേണ്ടതാണ്. കാതറിൻ്റെ അതീന്ദ്രിയ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. സ്റ്റുവേർട്ടുമായുള്ള പ്രശ്നങ്ങൾ തുടർന്നു പോയിരുന്നുവെങ്കിലും അയാളുമായി കൂടുതൽ സമവായത്തിൽ പോകുവാനും അവൾക്ക് സാധിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങി തുടങ്ങിയിരുന്നു. ശരീരകാന്തയും വർദ്ധിച്ചു. ഡോക്ടർ അവളെ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് ആനയിച്ചു. അഗാധമായ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് മിനിറ്റുകൾക്കകം അവൾ വഴുതി വീണു. കിഴക്കാൻ തൂക്കായ മലഞ്ചെരുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അവൾ ആ ജന്മത്തിൽ. ചുറ്റും ആകെ ശബ്ദമുഖരിതമാണ്. കറുത്തു കുറുകിയ പാനീയം കഴിക്കുകയാണ് അവളും കൂടെയുള്ള കുറച്ച് ആളുകളും. ആ ജന്മത്തിൽ അവളുടെ പേര് ക്രിസ്ത്യൻ എന്നാണ്. വെയ്സിലെ ഒരു തുറമുഖമാണ് ആസ്ഥാനമെന്നും ഹാംസ്റ്റഡാണ് സ്ഥലപ്പേര് എന്നും അവൾ തുടർന്ന് പറഞ്ഞു. വരാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. അകലെ ഏതോ കപ്പലിന് തീപിടിച്ചെന്ന് തോന്നുന്ന വിധം കരിഞ്ഞ മണം അവർക്ക് ലഭിച്ചു. പെട്ടെന്നവൾ വേദന കൊണ്ട് പൊളഞ്ഞെന്ന വണ്ണം
കരയാൻ തുടങ്ങി. ഡോക്ടർ നിർദ്ദേശങ്ങളിലൂടെ അവളെ ആശ്വസിപ്പിച്ചു. ഞങ്ങളുടെ കപ്പൽ നശിപ്പിക്കപ്പെട്ടു. അനേകം പേർ കൊല്ലപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ കൈക്ക് പരിക്കുണ്ട്. വീണ്ടും ക്രിസ്ത്യൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു വൃദ്ധനാണ്. ഒരു പാലത്തിന് മുകളിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് നെഞ്ചിൻ്റെ ഭാഗത്തൊരു വേദന. ഒരു ഹൃദയാഘാതത്തിൻ്റെ ശബ്ദം കാതറിൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ വൃദ്ധന് പാലത്തിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായി എന്ന് ഡോക്ടറിന് തോന്നി. അവളുടെ ശ്വസനം ദ്രുതഗതിയിലും ആഴമില്ലാത്തതുമായിരുന്നു. അവൾ ആ വേദന മുഴുവൻ അനുഭവിക്കുന്നതായും ശ്വാസം മുട്ടുന്നതായും കണ്ടപ്പോൾ ഡോക്ടർ ബ്രിയാൻ ഒരൽപ്പം ടെൻഷനിലായി. ഈ പുനർഹൃദയാഘാതം അവളെ ബാധിക്കുമോ എന്നോർത്ത്. പക്ഷേ ബ്രിയാനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ സമാധാനമായി ഉറങ്ങി. അവൾ തുടർന്നു. ഞാനിപ്പോൾ സ്വതന്ത്രയാണ്. ഒരു വെളിച്ചം കാണുന്നുണ്ട്. ചില ആത്മാക്കളെയും ഞാൻ കാണുന്നു. ഈ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് നീ പഠിച്ച പാഠം എന്താണെന്ന് ഡോക്ടർ ബ്രിയാൻ ചോദിച്ചു. തനിക്ക് കൂടുതൽ ക്ഷമാശീലമുണ്ടാകണമായിരുന്നു. പക്ഷേ അക്ഷമനായിട്ടായിരുന്നു താൻ ആ ജീവിതം കഴിച്ചിരുന്നത്. എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ പൊറുത്തിരുന്നില്ല. പക്ഷേ ഞാൻ പൊറുക്കണമായിരുന്നു. പൊറുക്കാതെ അതുള്ളിൽ കൊണ്ടു നടന്നു അനേകം വർഷങ്ങളോളം. അവൾ നിരാശയോടെ പറഞ്ഞു. പെട്ടെന്ന് അവൾ പറഞ്ഞു, എനിക്ക് കണ്ണുകൾ കാണാൻ പറ്റുന്നുണ്ട്. ആത്മീയ ഗുരുക്കന്മാരുടെ കണ്ണുകൾ. അവൾ ശിരസ് തിരിച്ചു. പിന്നീട് പറയാൻ തുടങ്ങി, ഇവിടെ ഈ തലത്തിൽ ഞാൻ മാത്രമല്ല, അനേകം ആത്മാക്കളുണ്ട്. നമ്മൾ ക്ഷമയുള്ളവരാകണം. ഞാൻ പഠിക്കാത്ത കാര്യമാണത്. അനേകം തലങ്ങളുണ്ട് ഇവിടെ. പല സമയങ്ങളിൽ പല തലങ്ങളിൽ ഞാൻ നിലനിന്നിട്ടുണ്ട്. ഓരോ തലവും ഉയർന്ന ബോധത്തെ പ്രതിനിധീകരിക്കുന്നു. നമുക്കുണ്ടായ പുരോഗതിക്കനുസരിച്ച് മാത്രം തലങ്ങൾ തീരുമാനിക്കപ്പെടുന്നു. അവൾ നിശബ്ദയായപ്പോൾ അടുത്ത തലങ്ങളിലേക്ക് പോകുവാൻ എന്തെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഡോക്ടർ ബ്രിയാൻ അന്വേഷിച്ചു. അവൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. നമ്മുടെ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകൾ മനുഷ്യർക്കുണ്ട്. ചിലർ അത് വേഗം തിരിച്ചറിയുന്നു. നമ്മിലെ എല്ലാ ദുഷ്പ്രവൃത്തിയും ഇല്ലായ്മ ചെയ്യേണ്ടതാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നു. അല്ലാത്തവർ അടുത്ത ജന്മങ്ങളിലേക്ക് പോകുന്നു. ഭൂമിയിൽ ജന്മമെടുക്കുമ്പോൾ മാത്രമേ നമ്മിലുള്ള ദുഷ്പ്രവണതകളും ദുഷ്കർമ്മങ്ങളും നിവാരണം ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ ഒരു ഗുരുക്കന്മാർക്കും അതിൽ ഒന്നും തന്നെ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ സാധ്യമല്ല. പൊരുതി ജീവിക്കണമെന്ന് തോന്നുകയും അത്തരം വികാരങ്ങൾ മാറ്റി നിർത്താൻ സാധിക്കാതെ വരികയും ചെയ്താൽ ആ അതിവാഞ്ചയുമായി അടുത്ത ജന്മത്തിലേക്ക് പോകും. പുറം ലോക പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി സ്വായത്തമാക്കിയാൽ മാത്രമേ അടുത്ത ജന്മത്തിൽ അതിൽ നിന്നും മോചിതനാവുകയുള്ളൂ. നമ്മുടെ സ്പന്ദനവുമായി താതാത്മ്യപ്പെട്ടു പോകാൻ സാധിക്കാത്ത വ്യക്തികളുടെ അടുത്തേക്ക് നാം പോകരുത്. ഒരേ തലത്തിലുള്ള വ്യക്തിയുമായി അടുപ്പമുണ്ടായാലും അത് ശരിയാവണമെന്നില്ല. എന്നാൽ ചില സമയങ്ങളിൽ ചേരാത്ത സ്പന്ദനമുള്ളവരുടെ അടുത്തേക്ക് ചിലപ്പോൾ പോകാവുന്നതാണ് അവരെ സഹായിക്കാനായി. യുക്തിസഹജമായ കഴിവുകൾ മനുഷ്യർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കഴിവുകളെ ഉപയോഗിക്കുകയും ചെറുക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ചെറുക്കുന്നവർ അപകടത്തെ വിളിച്ചു വരുത്തുന്നു. ഓരോ തലങ്ങളിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ ഒരേ ശക്തിയോടും കഴിവോടും കൂടെയല്ല നാം പുറപ്പെടുന്നത്. മറ്റ് ജീവിതങ്ങളിലെ സഞ്ചിത കർമ്മങ്ങളുടെ ഫലമായി നമ്മളിൽ ചിലർക്ക് കൂടുതൽ ശക്തിയും കഴിവും ഉണ്ടാകാം. എല്ലാ മനുഷ്യരെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അവസാനം നാം എത്തിപ്പെടുമ്പോൾ എല്ലാവരും തുല്യരാവുകയും ചെയ്യുന്നു. കാതറിൻ്റെ സംസാരം അവസാനിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞതൊന്നും അവൾ പറഞ്ഞതല്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായിരുന്നു. കാരണം ഭൗതിക വിദ്യയിലും അധ്യാത്മക വിദ്യയിലും കാതറിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഇത്രയും കാവ്യാത്മകമായി കാതറിൻ സംസാരിച്ചിട്ടില്ലായിരുന്നു. അവളുടെ ശബ്ദത്തെയും മനസ്സിനെയും നിയന്ത്രിച്ച് പ്രസ്തുത വിചാരങ്ങൾ വാക്കുകളായി മാറ്റിയതാണെന്ന് ഡോക്ടർ ബ്രിയാന് തോന്നി. കാതറിൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. അബോധാവസ്ഥയിലുള്ള ആളുകൾ അവർ അനിശ്ചിതത്വത്തിൽ കഴിയുന്നവരാണ്. മറ്റൊരു തലത്തിലേക്ക് കടക്കാൻ അവർ പ്രാപ്തരല്ല. എന്നാൽ മനോദാർഢ്യം ഉണ്ടെങ്കിൽ
നിലവിലുള്ള ഈ ജന്മത്തിൽ നിന്ന് ഒന്നും പഠിക്കുവാനില്ല എന്ന ദൃഢതോന്നലുണ്ടെങ്കിൽ അവർക്ക് വേറൊരു തലത്തിലേക്ക് പോകാനുള്ള അനുമതി ലഭിക്കും. എന്നാൽ കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടതായും വരും. അവർക്കത് വിശ്രമ സമയമാണ്. അവരുടെ മനഃശക്തികളെല്ലാം വിശ്രമം കൊള്ളും. ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടപ്പിലായ ഒരു വ്യക്തിക്ക് ഇനിയും എത്രമാത്രം കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ച് ഭൗതിക ജീവിതത്തിലേക്കുള്ള പുനർജന്മം നിർണയിക്കപ്പെടും. ഈ അറിവ് മരണത്തിന് തൊട്ടു മുൻപിലെത്തി തിരിച്ചു വന്നവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഡോക്ടർ ബ്രിയാൻ ഓർക്കുകയായിരുന്നു. അതിൽ എല്ലാവരും പൊതുവായി പറഞ്ഞ കാര്യം അവർ ശരീരത്തിൽ നിന്ന് വേർപെടുകയും ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഉദ്യമങ്ങളെ മൃതശരീരത്തിന് മുകളിൽ നിന്ന് നോക്കിക്കാണുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നല്ല പ്രകാശമുള്ള ഒരു ജ്യോതി അവർ കണ്ടു. ഒരു ആത്മീയ പ്രകാശമായി അവർ അതിനെ നോക്കിക്കണ്ടു. അന്നേരം അവർക്ക് ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടിരുന്നില്ല. പിന്നീട് മൃതശരീരത്തിലേക്ക് വരണമെന്നൊരു ബോധ്യം ഉണ്ടാവുകയും ചെയ്തു. ശരീരത്തിലേക്ക് പുനഃപ്രവേശനം ചെയ്ത നിമിഷം മുതൽ വേദനയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പല ചിന്തകളും ഡോക്ടർ ബ്രിയാന്റെ മനസ്സിൽ അന്നേരം കടന്നു വന്നു. മരണത്തെ തൊട്ടു മുൻപിൽ കണ്ട് കടന്നു വന്ന അനേകം രോഗികൾ ഡോക്ടർ ബ്രിയാനുണ്ടായിരുന്നു. ജേക്കബ് എന്ന പേരുള്ള ഒരു രോഗി 30 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ടു. അന്നേരം ജേക്കബ് സ്വന്തം ശരീരത്തിന് മുകളിലൂടെ ഒഴുകി നടന്നു. ആ സമയം അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പരേതൻ മുകളിൽ നിന്ന് ദർശിച്ചു. ആംബുലൻസ് വരുന്നതും ഡോക്ടർ മുറിവുകൾ കൈകാര്യം ചെയ്യുന്നതും ചുറ്റിലുമുണ്ടായിരുന്ന കാഴ്ചക്കാർ, അങ്ങനെ എല്ലാം. ഉടൻ സ്വർണ്ണ നിറത്തിലുള്ള ജ്യോതി ദർശിച്ചു. അതിൽ നിന്നും തവിട്ട് നിറത്തിലുള്ള മേൽക്കുപ്പായം ധരിച്ച ഒരു സന്യാസിയായി ആ പ്രകാശം ജേക്കബിന്റെ അടുത്തെത്തി. സ്നേഹപൂർവ്വം അദ്ദേഹം പറഞ്ഞു, സമയമായിട്ടില്ലല്ലോ. ശരീരത്തിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അങ്ങനെ സ്നേഹസ്വരൂപനായ ആ സന്യാസിയുടെ അറിവും ശക്തിയും ജേക്കബിന് തിരിച്ചറിയാനായി. പിന്നീട് ജേക്കബിന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും സന്യാസി പ്രവചിക്കുകയും അതെല്ലാം സത്യമായി ഭവിക്കുകയും ചെയ്തു. അങ്ങനെ ജേക്കബ് സ്വശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ബോധം തിരിച്ചു കിട്ടുകയും ആ സമയം ശരീരത്തിന് കഠിനമായ വേദനയും മറ്റും അനുഭവപ്പെടുകയും ചെയ്തു. ജേക്കബ് ജൂതമത വിശ്വാസിയായിരുന്നു. ഒരിക്കൽ ഇസ്രായേലിലെ പാട്രിയാർക്കൽ ഗുഹകൾ സന്ദർശിക്കാൻ പോയപ്പോൾ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ മുസ്ലിങ്ങളുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ടു. പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ പ്രായം ചെന്ന ഒരു മുസൽമാൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വ്യത്യസ്തനാണ്. സാധാരണ നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാറില്ല. ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കിയ ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങൾ മഹാസന്യാസിയെ ദർശിച്ചവനാണ്. നിങ്ങളോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. 5 വർഷങ്ങൾക്ക് മുമ്പ് 1500 കിലോമീറ്ററുകൾക്കപ്പുറം നടന്ന ഈ കാര്യങ്ങൾ ആ വൃദ്ധനെ അറിഞ്ഞതോർത്ത് ജേക്കബ് ഞെട്ടിപ്പോയി. ഡോക്ടർ ബ്രിയാൻ ഓർക്കുകയായിരുന്നു, നാം നമ്മുടെ കഴിവുകളും കടങ്ങളുമായി അടുത്ത ജന്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ചില മനുഷ്യർ മറ്റുള്ളവരുമായി യാതൊരു ബന്ധവുമില്ലാതെ സ്വയം ഒരു കൂട്ടമായി ഒറ്റപ്പെട്ട് കഴിഞ്ഞു വരാറുണ്ട്. കാതറിൻ പറഞ്ഞ കാര്യം വീണ്ടും അദ്ദേഹം ഓർത്തു. നമ്മുടെ സ്പന്ദനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായവരിൽ നിന്ന് നാം വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. ഡോക്ടർ ബ്രിയാൻ കാതറിനോട് ചോദിച്ചു, ആരാണ് റോബർട്ട് ചെറോഡ്? കഴിഞ്ഞ സെഷനിൽ എൻ്റെ സഹായം റോബർട്ട് ചെറോഡിന് വേണ്ടിവരുമെന്ന് കാതറിൻ പറഞ്ഞത് അദ്ദേഹം ഓർത്തു. അവൾ പറഞ്ഞു, എനിക്കറിയില്ല. അദ്ദേഹം വേറൊരു തലത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഈ തലത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുകയും വരാൻ താല്പര്യമുണ്ടാവുകയും ചെയ്താൽ ഞാനുമായി ബന്ധപ്പെടും. തത്സമയം എനിക്ക് സന്ദേശം ലഭിക്കും. അദ്ദേഹത്തിന് താങ്കളുടെ സഹായം വേണ്ടിവരും. പക്ഷേ എങ്ങനെ? ബ്രിയാൻ ചോദിച്ചു. അതറിയില്ല. എന്നെയല്ല, താങ്കളെയാണ് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളത്, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് രസകരമായിരുന്നു. ഡോക്ടർ ആലോചിച്ചു, തനിക്ക് വേണ്ടിയാണോ ഇതെല്ലാം നടക്കുന്നത്? അതോ റോബർട്ട് ചെറോഡിനെ താൻ സഹായിക്കാനോ? ഇതുവരെ റോബർട്ട് ചെറോഡിൽ നിന്നും ഒന്നും തന്നെ കേട്ടിട്ടില്ലല്ലോ. ഈ സമയം അവൾ എന്താണ് ദർശിക്കുന്നത് എന്ന് ഡോക്ടർ ബ്രിയാൻ ചോദിച്ചു.
അവൾ പറഞ്ഞു. ദേവതകളെയും കുറെ ആത്മാക്കളെയുമാണ് താൻ കാണുന്നതെന്ന്. അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തരാനായിട്ടല്ല അവർ നിൽക്കുന്നത് എന്ന് മറുപടി വന്നു. മഹാഗുരുക്കന്മാരുടെ ആ സാന്നിധ്യത്തിൽ കാതറിന് ഒന്നും പറഞ്ഞു തരാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർ ബ്രിയാനെ മനസ്സിലായി. ഈ തലത്തിൽ ഞാൻ അസ്വസ്ഥയാണ്, എനിക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് കാതറിൻ പറഞ്ഞു. തുടർന്ന് അവൾ മറ്റൊരു ജന്മത്തിൽ പ്രവേശിച്ചു. അവൾ അവളുടെ ജന്മത്തെപ്പറ്റി വിവരിച്ചു തുടങ്ങി. ഈ ജന്മത്തിൽ അവളുടെ പേര് കാതറിൻ എന്നാണ്. അവൾ വർത്തമാന ജന്മത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഡോക്ടർ ബ്രിയാന് മനസ്സിലായി. അവളുടെ പിതാവ് അവളോട് ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യുന്നു എന്നു പറഞ്ഞ് അവൾ ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. കാതറിന് ഇപ്പോൾ ഉയർന്ന സ്വയംബോധാവസ്ഥയുണ്ട്. ഈ സമയം അവളുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവളുടെ അസുഖത്തിന് അത് സഹായകമാകുമെന്ന തോന്നലിൽ ഡോക്ടർ ബ്രിയാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെരുമാറുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. ഞാൻ അധികപ്പറ്റാണ് എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ട്. എൻ്റെ സഹോദരനോടുള്ള അവരുടെ സ്നേഹം വലുതാണ്. സഹോദരനെ ഗർഭം ധരിക്കുമ്പോൾ അവർ വിവാഹിതരല്ലായിരുന്നു. എൻ്റെ പിതാവ് ഇനിയും ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ എന്നോട് ചെയ്ത തെറ്റുമൂലം അദ്ദേഹം എന്നെയും ഞാൻ അദ്ദേഹത്തെയും പരസ്പരം വെറുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ അയാൾ ശിക്ഷിക്കുന്നത്. അയാളെ ഇതിനു മുമ്പും എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ എനിക്ക് അതേക്കുറിച്ച് വിവരം ലഭിക്കുന്നില്ല. ആ കാലഘട്ടത്തിലേക്ക് പോയാൽ മാത്രമേ ലഭിക്കൂ. ഡോക്ടർ ബ്രിയാൻ അവൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. പൂർവ്വജന്മത്തിൽ നീയും പിതാവും തമ്മിലുണ്ടായ ബന്ധത്തിൻ്റെ കാര്യം ഓർമ്മയിൽ വരണം. എന്നാൽ ഈ ജന്മത്തിൽ നിന്റെ പിതാവിൽ നിന്നുണ്ടായ മാനസിക വ്യത നിനക്ക് മാറ്റാൻ സാധിക്കും. കാതറിൻ പറഞ്ഞു. എനിക്ക് അയാളെ കാണാൻ കഴിയുന്നില്ല, പക്ഷേ അനേകം പേർ ഇവിടെ കൊല്ലപ്പെടുന്നുണ്ട്, അവൾ ഉറക്കെ പറഞ്ഞു. ഏതൊരു വ്യക്തിയുടെയും കർമ്മങ്ങൾ തീരുന്നതിന് മുമ്പ് അവരുടെ ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ വന്നാൽ അവർ കൂടുതൽ ശിക്ഷ അനുഭവിക്കും. മരണാനന്തര നിലനിൽപ്പിൻ്റെ തലങ്ങളിൽ അവർക്ക് മാത്രം വിശ്രമം ഉണ്ടാവുകയില്ല. അവരുടെ ആത്മാക്കൾ സദാ സംഭ്രമഭരിതരായിരിക്കും. അത്തരം ആത്മാക്കൾ അവരുടെ വൈരികളെ പിന്നെയും വേട്ടയാടും. അതുകൊണ്ട് ആർക്കും ആരെയും ശിക്ഷിക്കാൻ അവകാശമില്ല. ശിക്ഷ ദൈവം മാത്രം നിശ്ചയിക്കേണ്ടതാണ്. കാതറിൻ ശാന്തയായി. ഗുരുക്കന്മാർ പോയിക്കഴിഞ്ഞു. ഇന്ന് ഗുരുക്കന്മാർ കൂടുതൽ സന്ദേശം നൽകി. ആ സന്ദേശങ്ങളെല്ലാം തന്നെ വളരെ സ്പഷ്ടവും ആയിരുന്നു. ആർക്കും കൊല്ലുവാനുള്ള അധികാരമില്ല. ശിക്ഷ എന്നത് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായതാണ്. കാതറിൻ വളരെയേറെ ക്ഷീണിച്ചിരുന്നു. അവളുടെ പിതാവിനെക്കുറിച്ചുള്ള അന്വേഷണം തൽക്കാലം നിർത്തിവെച്ചു. കാതറിൻ്റെ സഹോദരനെ ഗർഭം ധരിച്ചത് മാതാപിതാക്കളുടെ വിവാഹത്തിന് മുൻപായിരുന്നു എന്ന സത്യം കാതറിൻ മനസ്സിലാക്കിയത് അപ്പോൾ മാത്രമാണ്. അവളുടെ അമ്മ അത് ശരിവെക്കുകയും ചെയ്തിരുന്നു. അവളിൽ മനസ്സിൻ്റെ ഉയർന്ന തലങ്ങൾ വികാസം പ്രാപിച്ചിരുന്നു. മികവാർന്ന ഒരു ഉപബോധം, ഉയർന്ന സ്വയംബോധം. പാശ്ചാത്യ രാജ്യങ്ങളിലെ പല വിശുദ്ധന്മാർക്കും പൗരസ്ത്യ രാജ്യങ്ങളിലെ മഹാസന്യാസിമാർക്കും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സിദ്ധിവിശേഷങ്ങൾ ഈ മഹാബോധത്തിൽ നിന്ന് ഉണ്ടായതല്ലേ എന്ന് ഡോക്ടർ ബ്രിയാൻ സ്വയം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം തന്നെ ഇത് പ്രാപ്യമാണ്. നമുക്കും ഉയർന്ന മഹാബോധം ലഭ്യമാണെന്ന് വേണം കരുതാൻ. അത് ഉണർത്തിയെടുക്കണമെന്ന് മാത്രം. കാതറിന് പക്ഷേ 3 തരത്തിലുള്ള മാനസിക തലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബോധാവസ്ഥ, ഉണർന്ന ഭൗതികാവസ്ഥ, ഉയർന്ന സ്വയംബോധാവസ്ഥ. സാധാരണ ബോധാവസ്ഥയിൽ ഉത്കണ്ഠാകുലയും ഉണർന്ന ബോധാവസ്ഥയിൽ തത്വചിന്തയിലും മറ്റും ഒട്ടും താല്പര്യമില്ലാത്ത ആളും, എന്നാൽ ഹിപ്നോ സമയത്ത് ഉയർന്ന സ്വയം ബോധാവസ്ഥയിൽ തത്വചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയും ആയിരുന്നു. ഇതായിരുന്നു കാതറിൻ. സെഷനുകളിൽ ഒരുപാട് സമയം എടുത്തതിനാൽ ആഴ്ച തോറുമുള്ള കൂടിക്കാഴ്ചകൾ ദിവസം തോറുമാക്കാൻ ഡോക്ടർ ബ്രിയാൻ തീരുമാനിച്ചു. അവളിൽ ശാന്തഭാവം തുടർന്നു. അവൾ അവളുടെ അച്ഛന് മനസ്സുകൊണ്ട് മാപ്പ് നൽകി. അവളിൽ പ്രശാന്തി നിറഞ്ഞതായി ഡോക്ടർക്ക് തോന്നി. ഒരുപാട് പുരോഗതി പ്രാപിച്ചതായും കാതറിൻ
ഒരു സാധാരണ മനോരോഗിയല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ രോഗശമനം സമാനതകളില്ലാത്തതുമായിരുന്നു. അവൾ ഹിപ്നോനിദ്രയിലേക്ക് കടന്നു. ഒരു വീടിനെ കുറിച്ചാണ് അവൾ വർണ്ണിച്ചത്. വീടിന് മുൻവശത്ത് കുതിരകളെ കാണുന്നുണ്ട്. വീട്ടിലേക്കുള്ള നടപ്പാതകൾക്ക് ഇരുവശവും വലിയ മരങ്ങളുണ്ട്, നിറയെ പൂക്കൾ. പക്ഷേ സ്ഥലവും സമയവും അവൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് തോന്നി. ആ വീട്ടിലെ വേലക്കാരിയാണ് കാതറിൻ. ഒരിക്കലും അവൾക്ക് പേരോ പ്രശസ്തിയോ സമ്പന്നതയോ ഉള്ള ഒരു പൂർവ്വജന്മം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഡോക്ടർ ബ്രിയാൻ മനസ്സിലോർത്തു. പൂർവ്വജന്മം ഉണ്ടായിട്ടുള്ളവരെല്ലാം പറയുന്നത് പൂർവ്വജന്മത്തിൽ താൻ അത്രയും പ്രശസ്തിയുള്ള ഒരു ആളായിരുന്നു എന്നൊക്കെയാണ്. അതിൽ വിശ്വാസമില്ലാത്തവർ അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും ഇതുതന്നെയായിരുന്നു. പക്ഷെ കാതറിൻ്റെ കാര്യത്തിൽ മറിച്ചാണ്. അവൾ എല്ലാ പൂർവ്വജന്മത്തിലും സാധാരണക്കാരിയായിരുന്നു. തൻ്റെ ആശുപത്രിയിലെ മനോരോഗ വിഭാഗത്തിൽ പൂർവ്വജന്മത്തിൻ്റെ വസ്തുതാപരമായ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സത്യമാണെന്ന് തെളിയുന്നുണ്ടെന്നും അദ്ദേഹം ചിന്തിച്ചു. കാതറിൻ പറയുകയായിരുന്നു, തൻ്റെ കാലുകളിൽ കുതിരയുടെ കുളമ്പ് കൊണ്ട് ചവിട്ടേറ്റതിനാൽ വല്ലാതെ വേദനിക്കുന്നുണ്ടെന്നും ആ വീട്ടിലെ പശുവിനെ നോക്കുന്നതും ഭക്ഷണം വിളമ്പുന്നതുമാണ് അവളുടെ ജോലിയെന്നും ആ വീട്ടിലെ ആരെയും തന്നെ തനിക്ക് വർത്തമാനകാലത്തിൽ പരിചയമില്ലെന്നും അവൾ വെളിപ്പെടുത്തി. തുടർന്ന് അവൾ പറഞ്ഞത് അവിടെ ഒരു വിവാഹം നടക്കാൻ പോകുന്നുവെന്നും ആ വിവാഹത്തിൽ അവൾക്ക് പ്രവേശനമില്ല എന്നൊക്കെയാണ്. തനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെന്നും ദരിദ്രരും അടിമകളുമായതിനാലാണ് അങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിച്ചത് എന്നും അവൾ പറഞ്ഞു. അവളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ഡോക്ടർ അവളെ മരണാവസ്ഥയിലേക്ക് നയിച്ചു. അവൾ കിടക്കയിൽ കിടക്കുകയാണ്. ശരീരം മുഴുവൻ വേദനയുണ്ട്, ശ്വാസം മുട്ടുന്നുണ്ട്. കാതറിൻ മരണവെപ്രാളപ്പെട്ടു. ഉടനെ തന്നെ ശാന്തയായി. ഞാൻ ശരീരം വെടിഞ്ഞിരിക്കുന്നു. ഒരു വെളിച്ചം കാണുന്നുണ്ട്. അതോടൊപ്പം കുറേ പേർ എന്നെ സഹായിക്കാനായി വരുന്നുണ്ട്. എന്ത് നല്ലവരാണവർ. അവർ നിർഭയരാണ്. എനിക്ക് ആശ്വാസം തോന്നുന്നു. നിനക്ക് കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഡോക്ടർ ബ്രിയാൻ അവളോട് അന്വേഷിച്ചു. ഇപ്പോൾ എനിക്ക് സമാധാനം കൈവന്നിട്ടുണ്ട്. ഇത് ശാന്തതയുടെ നിമിഷങ്ങളാണ്. ആത്മാവിനിവിടെ പരമമായ ശാന്തി ലഭിക്കുന്നു. എൻ്റെ എല്ലാ ശാരീരിക ദുഃഖങ്ങളും വിട്ടൊഴിഞ്ഞു. ആത്മാവിന് സമാധാനവും സ്വച്ഛതയും കൈവന്നിരിക്കുന്നു. സൂര്യ തേജസ്സിൽ സദാ തിളങ്ങുന്നത് പോലെ തോന്നുന്നു. അലൗകികമായ അനുഭൂതിയാണ് ഇവിടെയുള്ളത്. തിളങ്ങുന്ന ഈ ജ്യോതിയിൽ നിന്നാണ് എല്ലാ ഊർജവും കിട്ടുന്നത്. ആത്മാവ് ഈ ജ്യോതിയിലേക്കൊരു കാന്തത്തിൻ്റെ ആകർഷണം പോലെ ചെന്നു ചേരുന്നു. ജ്യോതിക്ക് എല്ലാം സുഖപ്പെടുത്താൻ കഴിയും. ആ ജ്യോതിയുടെ നിറം എന്താണ് എന്ന ചോദ്യത്തിന് അനേക നിറങ്ങളുണ്ട് ഇതിന് എന്നായിരുന്നു ഉത്തരം. എന്തനുഭൂതിയാണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് ചോദ്യത്തിന് സമാധാനം മാത്രം എന്നവൾ ഉത്തരം പറഞ്ഞു. ഞാനിപ്പോൾ സുഹൃത്തുക്കളുടെ കൂടെയാണ്. കുറേ പേരെ എനിക്ക് പരിചയമുണ്ട്. ഒട്ടനവധി പേരെ അറിയുന്നില്ല. ഞങ്ങൾ ആരെയോ കാത്തിരിക്കുകയാണ്. കുറേ മിനിറ്റുകൾക്ക് ശേഷം ഞാൻ തുടർന്നു. എനിക്കൊരു ചോദ്യമുണ്ടായിരുന്നു. ആരെയാണ് അവരെല്ലാം കാത്തിരിക്കുന്നത്? നിന്റെ ആഗമനത്തെയോ അതോ ഗുരുക്കന്മാരെയോ? വേറൊരു കാര്യം കൂടി, നമ്മുടെ ജനന സമയവും മരണസമയവും രീതികളും നാം തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ സ്ഥിതിവിശേഷം നാം തന്നെയാണോ നിർണയിക്കുന്നത്? ഇത് മനസ്സിലാക്കിയാൽ നിന്റെ ഭയങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കും. ഈ ചോദ്യത്തിന് ആർക്കെങ്കിലും ഉത്തരം തരാൻ കഴിയുമോ? ആ മുറിയിൽ ഒരു തരം തണുപ്പ് തളം കെട്ടി നിന്നിരുന്നു. കാതറിൻ തുടർന്ന് സംസാരിച്ചു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത സ്വരമായിരുന്നു ആ ശബ്ദത്തിന്. ശരിയാണ്, ഭൗതിക ശരീരത്തിലേക്കുള്ള ആഗമനവും അതിൽ നിന്നുള്ള ബഹിർഗമനവും നാം തന്നെ തീരുമാനിക്കുന്നു. പൂർത്തീകരിക്കേണ്ട ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നാം തന്നെ അത് അറിഞ്ഞിരിക്കും. സമയമായെങ്കിൽ മരണത്തിനായി തയ്യാറാകും. കാരണം ഈ ജീവിതത്തിൽ നിന്നും ഇനിയും ഒന്നും തന്നെ കിട്ടാനില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. മരണശേഷം ആത്മാവ് വിശ്രമിക്കുന്നു. വിശ്രമത്തിനു ശേഷം ആത്മാവിന് കൂടുതൽ ഊർജം ലഭിക്കുന്നു. തത്സമയം ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനം എടുക്കാവുന്നതാണ്. എന്നാൽ അതിന് മടിച്ചു നിൽക്കുന്നവർക്ക് അവസരം നഷ്ടപ്പെടും. പ്രസ്തുത സംഭാഷണം കാതറിൻ്റേതല്ല എന്ന് ഡോക്ടർക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞു.
ആരാണ് സംസാരിക്കുന്നത്? എന്നോട് ആരാണ് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ സവിനയം ചോദിച്ചു. എന്നാൽ ഇതിനുള്ള ഉത്തരം കാതറീനാണ് നൽകിയത്. അവൾ പറഞ്ഞു, ആരോ സംസാരിക്കുന്നുണ്ട്. എല്ലാം നിയന്ത്രിക്കുന്നൊരു ശക്തിയാണത് എന്ന് തോന്നുന്നു. ഞാൻ ആ ശബ്ദം കേട്ട് ഏറ്റു പറയുകയാണ്. കാതറീനും അറിയാമായിരുന്നു ഈ ശബ്ദം അവളുടെ ബോധമനസ്സിൽ നിന്നോ ഉപബോധ മനസ്സിൽ നിന്നോ ഉരുത്തിരിയുന്നതല്ലായിരുന്നു എന്ന്. സ്വയം ഉയർന്ന സ്വബോധത്തിൽ നിന്നും ആയിരുന്നില്ല ഈ ശബ്ദമെന്നും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ഇതുവരെ സമ്പർക്കം പുലർത്താത്ത ഒരു മഹാഗുരു രംഗത്തു വന്നിരിക്കുന്നു. പ്രശാന്തതയും പ്രത്യേകം ശബ്ദമുള്ളതും കാവ്യാത്മകമായി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതുമായ ഒരു മഹാത്മാവാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മരണത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ച ആ മഹാത്മാവ് സ്നേഹനിർഭരനും ആയിരുന്നു. ആ സ്നേഹം യഥാർത്ഥവും ഊഷ്മളതയുള്ളതുമായിരുന്നു. ആ സ്നേഹത്തിന് സാർവലൗകികത്വം ഉണ്ടായിരുന്നതായി ഡോക്ടറിന് തോന്നി. തത്സമയം ഡോക്ടർക്ക് ഒരു ആനന്ദം അനുഭവപ്പെട്ടു. ആ ആനന്ദം വൈകാരികപരമോ ബന്ധിപ്പിക്കുന്നതോ ആയ സന്തോഷമെന്ന വികാരമല്ലായിരുന്നു താനും. കാതറിൻ്റെ ശബ്ദം കനത്തതായി തോന്നി. എനിക്ക് ഈ ഗുരുക്കന്മാരിൽ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞതായി തീർന്നത്. 18ാം നൂറ്റാണ്ടിലെ സ്വന്തം ജീവിതശൈലിയെ വിലയിരുത്തുകയായിരുന്നു അവൾ. കഴിഞ്ഞുപോയ ജന്മത്തിൽ നിന്നും എന്താണ് പഠിച്ചത് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ കോപമെന്ന വികാരത്തെക്കുറിച്ചും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വെറുപ്പിനെക്കുറിച്ചും പഠിച്ചു. എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് ഞാനല്ല എന്ന് മനസ്സിലാക്കി. എനിക്ക് സ്വയം നിയന്ത്രണം വേണമെന്ന് അറിയാമായിരുന്നെങ്കിലും നിയന്ത്രണമില്ലായിരുന്നു. ഞാൻ ഗുരുക്കന്മാരിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസമുള്ളപ്പോൾ അവർ എന്നെ സദാ നയിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാനാകട്ടെ എല്ലാം കൈവിട്ടുപോയി എന്ന ധാരണയിൽ യാതൊന്നിനെയും സസന്തോഷം നോക്കിക്കണ്ടില്ല. നമുക്ക് വിശ്വാസമാണ് വേണ്ടത്, വിശ്വാസം. പക്ഷേ അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും പാതയാണ് ഞാൻ സ്വീകരിച്ചത്, കാതറീൻ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാതകൾ ഒന്നു തന്നെയാണോ? ഡോക്ടർ പ്രിയാൻ അവളോട് ചോദിച്ചു. അബോധാവസ്ഥയിലുള്ള മരണത്തെക്കുറിച്ചും അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചും പറഞ്ഞു തന്ന അതേ ഗുരു തന്നെ ഉത്തരം നൽകി. ആ ശബ്ദം മഹാഗുരുവിൻ്റേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എല്ലാവരുടെയും പാതകൾ ഒന്നു തന്നെയാണ്. ഭൗതിക തലത്തിൽ ചില മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാവണം. പക്ഷേ നമ്മളിൽ ചിലർ മാത്രം പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. വിശ്വാസം, പ്രതീക്ഷ, മഹാമനസ്കത, സ്നേഹം മുതലായ നല്ല വികാരങ്ങൾ എല്ലാവരിലുമുണ്ട്. എന്നിരുന്നാലും ചെറിയ രീതിയിൽ മാത്രമേ നാം അത് പ്രകടിപ്പിക്കാറുള്ളൂ. പക്ഷേ നിർലോഭമായി സദാസമയവും അവ പ്രകടമാക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധിയുടെയും വിധേയത്വത്തിൻ്റെയും പാതകൾ സ്വീകരിച്ച മതവിശ്വാസികൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നു. പ്രതിഫല ഇച്ഛയില്ലാതെ അവർ പ്രവർത്തിച്ചു. എന്നാൽ ചിലർ സദാ പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നു. പ്രതിഫലമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും അത് ചോദിച്ചു വാങ്ങുന്നു. നമ്മുടെ കർത്തവ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രതിഫലം. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത കർമ്മനിരത തന്നെയാണ് പ്രതിഫലം. നിസ്വാർത്ഥമായ കർത്തവ്യങ്ങളാണ് പ്രതിഫലം. എൻ്റെ ജീവിതത്തിൽ ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, കാതറീൻ മന്ത്രിച്ചു. കാതറീൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടും ഗുരുക്കന്മാരുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ടും ഡോക്ടർ പ്രിയാൻ ചോദിച്ചു. കാതറീൻ്റെ ഭയത്തെയും ഉത്കണ്ഠയെയും മാറ്റുവാൻ എനിക്ക് എന്തു ചെയ്യാൻ സാധിക്കും? എന്തെല്ലാം പാഠങ്ങൾ അവൾ ഇനിയും പഠിക്കണം? ഈ രീതിയിലുള്ള ചികിത്സയാണോ അഭികാമ്യം? ഇതിലും മെച്ചമായി ഇനി എനിക്കെന്തു ചെയ്യാൻ കഴിയും? മഹാത്മാവിൽ നിന്നാണ് ഉത്തരം വന്നത്. ഡോക്ടർ സശ്രദ്ധം ശ്രദ്ധിച്ചു. താങ്കൾ ശരിയായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രക്രിയ താങ്കൾക്ക് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടിയോ? ഡോക്ടർ പ്രിയാൻ സംശയം പ്രകടിപ്പിച്ചു. അതെ, ഞങ്ങൾ പറയുന്നത് താങ്കൾക്കും കൂടി വേണ്ടിയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നിൽ കൂടുതൽ മഹാത്മാക്കൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. നിങ്ങളുടെ പേരുകൾ പറയാമോ? എനിക്ക് അവശ്യ മാർഗനിർദ്ദേശങ്ങൾ ഉപദേശിച്ചു തരാമോ? എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ അറിയേണ്ടതായുണ്ട്. ഡോക്ടർ പ്രിയാൻ്റെ ചോദ്യത്തിന് ഉത്തരമായി സ്നേഹരൂപത്തിലുള്ള ഒരു കവിതയാണ് ചൊല്ലിയത്. ഡോക്ടറുടെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു അത്. ആ ശബ്ദം മാർദ്ദവവും അലിവും കലർന്നതായിരുന്നു. സാർവലൗകികമായ ആത്മാവിൻ്റെ സ്നേഹനിർഭരമായ ഉത്തരമായിരുന്നു അത്.
ഡോക്ടർ അത്ഭുതത്തോടെ കേട്ടിരുന്നു. സമയമാകുമ്പോൾ താങ്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നിരിക്കും. താങ്കളെ ഏൽപ്പിച്ച ചുമതലകൾ ചെയ്തു തീർത്ത് കഴിയുമ്പോൾ ജീവിതാവസാനമാകും. താങ്കൾക്ക് ഇനിയും ധാരാളം സമയമുണ്ട്, ധാരാളം സമയം. ഡോക്ടർക്ക് ആശ്വാസവും അതേസമയം ഉദ്വേഗവും ഒരേപോലെ തോന്നി. മഹാഗുരുക്കന്മാർ പോയി കഴിഞ്ഞിരുന്നു. അപൂർവമായ ആത്മീയ ഉറവിടത്തെക്കുറിച്ചും അത്ഭുതകരമായ വ്യക്തിഗത സന്ദേശങ്ങളെക്കുറിച്ചും ഡോക്ടർ ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിണിത ഫലങ്ങൾ വളരെ ആഴത്തിലുള്ളതായിരുന്നു. മരണശേഷമുള്ള ജ്യോതി ദർശനവും പിന്നീടുള്ള ജീവിതവും, എപ്പോഴാണ് മരണവും ജനനവും നടക്കേണ്ടത് എന്ന് ആത്മാവിൻ്റെ തീരുമാനവും, ഗുരുക്കന്മാരുടെ വ്യക്തമായ നിർദ്ദേശങ്ങളും, പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുന്ന ജീവിതവും, മഹാമനസ്കത, ദയ, കാരുണ്യം, വിശ്വാസം, സ്നേഹം എന്നീ നന്മകളും പ്രതിഫലയിച്ച കൂടാതെയുള്ള സേവന കർമ്മങ്ങളും എല്ലാം തനിക്ക് വേണ്ടിയുള്ള അറിവുകളായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? ഡോക്ടർ സ്വയം ചോദിച്ചു. അനുസ്യൂതമായി പ്രവഹിക്കുന്ന നാടകീയമായ സംഭവങ്ങളും സന്ദേശങ്ങളും ഡോക്ടറുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കാര്യമായ മാറ്റങ്ങളുണ്ടാക്കി. ഡോക്ടറുടെ പരിണാമം അവബോധത്തെയും സ്വാധീനിച്ചു. ഉദാഹരണത്തിന്, ട്രാഫിക് സ്തംഭനമുണ്ടാകുമ്പോൾ പലപ്പോഴും ക്ഷുഭിതനാകാറുണ്ടായിരുന്നു. അടുത്ത കാലത്ത് ഡോക്ടർ മകനുമായി കാറിൽ പോയപ്പോൾ ട്രാഫിക് സ്തംഭനം ഉണ്ടായി. എന്നാൽ ആ സമയം ദേഷ്യത്തിന് പകരം ശാരീരിക അയവും മാനസിക ശാന്തതയുമാണ് ഡോക്ടർക്ക് തോന്നിയത്. തൻ്റെ മകനെയോ വിവേകശൂന്യനായ മറ്റൊരു ഡ്രൈവറെയോ കുറ്റപ്പെടുത്തി സംസാരിക്കുവാൻ ഡോക്ടർ മുതിർന്നില്ല. അതേപോലെ തൻ്റെ സഹധർമ്മിണിയെയും കുട്ടികളെയും പലപ്പോഴും അവരറിയാതെ ഡോക്ടർ വീക്ഷിച്ചു. അവരെല്ലാം ഡോക്ടറുടെ കൂടെ ഏതോ ഒരു പൂർവ്വജന്മത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നോ എന്ന് ഡോക്ടർ അത്ഭുതപ്പെടുകയും, അങ്ങനെ അവരെല്ലാവരും ജീവിതത്തിലെ നിരാശകളും സന്തോഷങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഒരുമിച്ച് പങ്കിടാൻ വിധിക്കപ്പെട്ടവരാണെന്ന തിരിച്ചറിവും ഡോക്ടർക്കുണ്ടായി. അവരുടെ ന്യൂനതകൾക്കും ഭാവനകൾക്കുമല്ല പ്രാധാന്യമെന്നും സ്നേഹമെന്ന വികാരത്തിന് മാത്രമേ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ എന്നും ഡോക്ടർ മനസ്സിലാക്കി. അതുപോലെ സ്വന്തം കാഴ്ചപ്പാടുകളെയും പരിശോധനാ വിധേയമാക്കി പൂർണ്ണത കൈവരിക്കേണ്ട ആവശ്യമോ എല്ലായ്പ്പോഴും എല്ലാം നിയന്ത്രണത്തിലായിരിക്കണമെന്ന ആവശ്യകതയോ ഇല്ലെന്നും ഡോക്ടർക്ക് മനസ്സിലായി. ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അടിത്തറയുള്ളതും വിശകലന പാഠവുമുള്ള ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ഡോക്ടറുടെ ഭാര്യ കാരോൾ. സദാ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണണമെന്ന് കാരോൾ ഡോക്ടറെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. കാരോളുമായി എല്ലാ അനുഭവങ്ങളും ഡോക്ടർ പങ്കുവെക്കാറുണ്ടായിരുന്നു. കാതറിനുമായുള്ള സെഷനിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം വൈകുന്നേര സമയങ്ങളിൽ അവർ സംസാര വിഷയങ്ങളാക്കി. കാതറിൻ വലിയ സത്യങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയാണെന്ന് വന്നപ്പോൾ കാരോളിനും ഡോക്ടറുടെ എല്ലാ തേജോവികാരങ്ങളും ഉണ്ടായി തുടങ്ങി. അത്തരം വികാര വിചാരങ്ങൾ അവർ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തു. ഇന്നത്തെ പാർട്ടിൽ ഒരുപാട് പാഠങ്ങളാണ് നാം മനസ്സിലാക്കി. നാം ക്ഷമിക്കാൻ പഠിക്കണമെന്നായിരുന്നു. വെറുപ്പ് മനസ്സിൽ കാലങ്ങളോളം കൊണ്ടു നടക്കാൻ പാടില്ല എന്ന പാഠം. കണ്ടുമുട്ടുന്ന മനുഷ്യന്മാരോടും ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങളോടും ക്ഷമ കാണിക്കണം. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എല്ലാം നടക്കുന്ന രീതിക്ക് വിടുന്നതാണ് നല്ലത്. മഹാഗുരുക്കന്മാരിൽ വിശ്വാസമർപ്പിച്ചാൽ അവർ നമ്മെ വഴി നടത്തിയിരിക്കും. ആരെയും കൊല്ലാനോ ശിക്ഷിക്കാനോ മനുഷ്യർക്ക് അധികാരമില്ല. ശിക്ഷ നടപ്പാക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമുള്ളതാണ്. ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള പാഠങ്ങൾ ഗുരുക്കന്മാരിൽ നിന്നും ഒരു മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കി. മരണമെന്നത് അവസാനമല്ല, അതിനുശേഷവും തുടർച്ചയുണ്ട് എന്ന പ്രപഞ്ച സത്യവും നാം കണ്ടു. ഇതിൻ്റെ തുടർഭാഗങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, സ്നേഹം.